പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ISL 11ാം സീസണിലെ 13ാം മത്സരത്തിനായി ഇന്ന് ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങുകയാണ്. മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബ്ബാണ് ഇന്നത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായിട്ട് വരുന്നത്. എന്തായാലും ഒരു മികച്ച മത്സരം പുറത്തെടുത്താൽ മാത്രമേ ഒരു വിജയം നേടാനായിട്ട് ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുകയുള്ളൂ. കൂടാതെ ഇനിയുള്ള മത്സരങ്ങളെല്ലാം വിജയിച്ചാലേ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താനായിട്ട് സാധിക്കുകയുള്ളൂ. കൂടാതെ ഇന്നത്തെ മത്സരം ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് മോഹങ്ങൾക്ക് അത് വലിയ തിരിച്ചടി നൽകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ഇന്ന് പ്രധാനപ്പെട്ട 3 മാറ്റങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ ടീമിൽ ഉണ്ടാകുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും മിഗായൽ സാറ ഇല്ലാത്തത് കൊണ്ട് തന്നെ വമ്പൻ മാറ്റങ്ങൾ ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിന്റെ പരിശീലകനും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പരിശീലകനും വരുത്തുമെന്നാണ് നിലവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പ്രധാനപ്പെട്ട 3 മാറ്റങ്ങൾ ഇന്നത്തെ ടീമിൽ ഉണ്ടാകുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും വിശദമായിട്ട് നമുക്ക് പരിശോധിക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. നമ്മുടെ ചാനൽ 10Kയിലേക്ക് എത്താനായി ഇനി വെറും 250 സബ്സ്ക്രൈബേഴ്സിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും ചാനലൊന്ന് പരമാവധി സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ തന്നെ കടക്കാം. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായി ഈ മത്സരത്തിൽ നമ്മൾ മലയാളി താരമായ സച്ചിൻ സുരേഷിനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഡിഫൻസിലേക്ക് എത്തുമ്പോൾ അവിടെ ഒരു മാറ്റത്തിന് സാധ്യതയുണ്ട്. സെന്റർ ബാക്കായി കഴിഞ്ഞ മത്സരത്തിലേതുപോലെ തന്നെ പ്രീതവും അതുപോലെ തന്നെ മിലോസും തുടരുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അവർ തമ്മിൽ നല്ലൊരു കോംബോ കഴിഞ്ഞ മോഹൻ ബഗാനെതിരെയുള്ള മത്സരത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ മിലോസിനെയും അതുപോലെ തന്നെ പ്രീതത്തെയുമാണ് നമ്മളവിടെ സെൻറ്റർ ബാക്കുകളായി പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇനി റൈറ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ നമ്മുടെ പ്രബീർ ദാസിനെ പ്രതീക്ഷിക്കുന്നുണ്ട്. പ്രബീർ ദാസ് അവിടെ ആദ്യ ലെവലിലേക്ക് കടന്നു വരുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇനി ലെഫ്റ്റ് ബാക്കിലേക്ക് എത്തുമ്പോൾ അവിടെ നമ്മൾ നവോച്ച സിംഗിനെയാണ് പ്രതീക്ഷിക്കുന്നത്. ബ്ലാസ്റ്റേഴ്സിന്റെ വജ്രായുധം എന്നറിയപ്പെടുന്ന ഒരു താരം തന്നെയാണ് നവോച്ച. അതുകൊണ്ട് തന്നെ ലെഫ്റ്റ് ബാക്കിൽ നവോച്ചയാണ് നമ്മളവിടെ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ മധ്യനിരയിലേക്ക് എത്തുമ്പോൾ അവിടെയും മാറ്റങ്ങൾക്ക് സാധ്യതയുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡേഴ്സായി കളിച്ചിരുന്നത് ഫ്രെഡിയും അതുപോലെ തന്നെ ഡാനിഷ് ഫറൂഖുമായിരുന്നു. എന്നാൽ ഈ മത്സരത്തിലേക്ക് എത്തുമ്പോൾ ഫ്രെഡിയോടൊപ്പം കളിക്കുക വിപിൻ മോഹനനായിരിക്കുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. പരിക്ക് മാറി വിപിൻ മോഹനൻ ഉടൻ തന്നെ തിരിച്ചെത്തുമെന്നുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. 10 ദിവസത്തിനുള്ളിൽ തിരിച്ചെത്തുമെന്നായിരുന്നു മാർക്കസ് മൊർഗലാവ് നൽകിയ അപ്ഡേറ്റ്. എന്നാൽ അദ്ദേഹം ഇപ്പോൾ തിരിച്ചെത്തിയ പൂർണ്ണമായി ഫിറ്റ്നസ് ഒക്കെ നേടിയെടുത്തെന്നാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ക്യാമ്പിൽ നിന്നും അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിപിൻ മോഹനെ നമ്മളവിടെ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഇനി അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ ക്യാപ്റ്റൻ എഡ്രിയാൻ ലൂണയും കളിക്കുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ ഇനി മുന്നേറ്റ നിരയിലേക്ക് പോകുമ്പോൾ 2 വിങ്ങേഴ്സായി കളിക്കുക ഇടതു വിങ്ങിൽ നവാസുദ്ദയും അതുപോലെ തന്നെ വലതു വിങ്ങിലേക്ക് എത്തുമ്പോൾ കൂറു സിംഗ് ആദ്യ ലെവലിലേക്ക് കടന്നു വരുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. എന്നാൽ കൂറു സിംഗ് കഴിഞ്ഞ മത്സരത്തിൽ ആദ്യ ലെവലിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഈ മത്സരത്തിലേക്ക് എത്തുമ്പോൾ കൂറു സിംഗിനെ നമ്മൾ ആദ്യ ലെവലിൽ പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ മുന്നേറ്റ നിരയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ ടോപ്പ് സ്കോററായ 9 ഗോളുകൾ ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി അടിച്ച ജീസസ് ജിമിനസ് ഉണ്ടാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നല്ല പന്തുകൾ മുന്നേറ്റ നിരയിലേക്ക് എത്തിയാൽ ജീസസിന് ഈസിയായി തന്നെ ഗോൾ നേടാൻ സാധിക്കുമെന്നുള്ള കാര്യവും ഉറപ്പാണ്. ഇന്ന് അദ്ദേഹത്തിന് 10 ഗോളുകൾ കുറിക്കാൻ സാധിക്കുമെന്നത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ്. ഒരു ഗോൾ കൂടി നേടിയാൽ അദ്ദേഹത്തിന് 10 ഗോളുകളാവും ഈ സീസണിൽ. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇന്നത്തെ മത്സരം ഒരു മികച്ച മത്സരം തന്നെ ആവട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. എന്തായാലും കൂടാതെ ഈ സീസണിൽ ആദ്യപാദ മത്സരത്തിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ അവരുടെ തട്ടകത്തിൽ ചെന്ന് 1-നെതിരെ 2 ഗോളുകൾക്ക് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആത്മവിശ്വാസം ബ്ലാസ്റ്റേഴ്സിൽ ഉണ്ടാകും. എന്നാലും മികച്ചൊരു മത്സരം തന്നെ ഇന്ന് ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.